സ്വാതന്ത്ര്യലബ്ധിയുടെ 78-ാം വാർഷികം ഭാരതമെങ്ങും ആഘോഷിക്കുമ്പോൾ വേൾഡ് ചാരിറ്റി മിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. വേൾഡ് ചാരിറ്റി മിഷൻ രൂപീകൃതമായിട്ട് ഇന്നേക്ക് 7 വർഷം പിന്നിടുകയാണ്. ഈ 7 വർഷം പിന്നിടുമ്പോൾ ഭാരതത്തിന്റെ തനതായ സംസ്കാരം ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ഭാരതത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആ സംസ്കാരം എന്താണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ വിഷ്വൽ മീഡിയയുമായി ഈ ഭാരതം മൊത്തം സഞ്ചരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്നോണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഞങ്ങളുടെ ചിന്തയും അത് ഭാരതത്തിന്റെ തെക്ക് കിഴക്കേ അതിർത്തിയായ ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. നിങ്ങൾ എവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പോ ധനുഷ്കോടിയിലെ വിശേഷങ്ങളുമായി നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുന്നു. ഓക്കെ. ഇന്നലെ വൈകിട്ട് എറണാകുളത്തു നിന്ന് പുറപ്പെട്ട ഞങ്ങൾ രാവിലെയോടെ രാമേശ്വരത്തെത്തി. ഞങ്ങളുടെ ധനുഷ്കോടി യാത്രാ സംഘത്തിൽ യാത്രാവിവരണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാമെന്ന് ഞങ്ങളുടെ സാബുച്ചേട്ടൻ പറഞ്ഞു. റോഡിനരികിൽ ആദ്യം കണ്ട ഒരു ചായക്കടയിൽ വണ്ടി നിർത്തി. ട്രാവൽ വ്ലോഗുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞങ്ങളുടെ യാത്രാംഗങ്ങൾ എല്ലാവരും. വായിച്ചറിഞ്ഞ അറിവുകൾക്കപ്പുറം രാമേശ്വരത്തെക്കുറിച്ചും ധനുഷ്കോടിയെപ്പറ്റിയും നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാമെന്ന് കരുതി. അവിടെ കണ്ട നാട്ടുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം രാമേശ്വരം ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. ധനുഷ്കോടിയിലും രാമേശ്വരത്തും എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ടെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. രാമേശ്വരം ക്ഷേത്രം, പാമ്പൻ പാലം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട്, അദ്ദേഹം പഠിച്ച സ്കൂള്, അദ്ദേഹത്തിൻ്റെ മ്യൂസിയം, 2 സമുദ്രങ്ങൾ യോജിക്കുന്ന ധനുഷ്കോടി ബീച്ച്, ഇതെല്ലാം കാണണം. ഇത് വീഡിയോയിൽ പകർത്തണം. പക്ഷേ അവിടെ ഡ്രോൺ പറത്തണമെങ്കിൽ പോലീസ് അധികാരിയിൽ നിന്നും അനുവാദം മേടിക്കണമെന്ന് നാട്ടുകാരിൽ ഒരാൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അധികാരികളിൽ നിന്നും അനുവാദം വാങ്ങണം. വെയിൽ കൂടുന്നതിന് മുമ്പ് ബീച്ചിലെ കാഴ്ചകൾ പകർത്തണം. അതിന് ഒട്ടും സമയം പാഴാക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. இல்லை நிறைய கவர்மெண்ட் டிஃபென்ஸ் ஆஃபீஸ் நிறையா இருக்குது. அதனால் நீங்கள் ப்ராப்பராக போயிட்டு நீங்கள் கலெக்டர் ஆஃபீஸ் அண்ட் SB ஆஃபீஸ் போயிட்டு நீங்கள் பெட்டிஷன் கொடுத்து அவங்க வந்து அது கரண்ட் பேப்பராக வந்து எனக்கு ரிட்டர்ன் வரும். அதுக்கப்புறம் தான் நாங்கள் அலோவ் பண்ணுவோம். ஆமாம், ஆல் டிஃபென்ஸ் ഡ്രോണിൻ്റെ അനുവാദം വാങ്ങണമെങ്കിൽ അത് ഒരു ലോങ് പ്രോസസ്സാണ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശം ആയതുകൊണ്ട് ഇവിടം അതീവ സുരക്ഷാ മേഖലയാണ്. ഡ്രോണിൻ്റെ അനുവാദത്തിനായി ആദ്യം കളക്ടർക്ക് അപേക്ഷ നൽകണം. അവിടെ നിന്നും ഫോർവേഡ് ചെയ്ത് SP ഓഫീസിൽ എത്തുന്ന അപേക്ഷ പല കടമ്പകൾ കടന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തും. അവിടെ നിന്ന് വീണ്ടും കളക്ടർ ഓഫീസ്. അനുവാദം ഇല്ലാതെ ഡ്രോൺ പറത്തിയാൽ INS പരുന്തോ കോസ്റ്റൽ ഗാർഡോ വെടിവെച്ച് ഇട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ ഡ്രോൺ ഉപയോഗം വേണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. 15 കിലോമീറ്ററോളം വളവില്ലാതെ നീണ്ടുകിടക്കുന്ന റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. റോഡിൻ്റെ ഇരുവശത്തും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കടകൾ നോക്കി. നല്ല ഹോട്ടലൊന്നും കണ്ടെത്തിയില്ല. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചഭക്ഷണവും ഒന്നിച്ചാകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നമസ്കാരം JK. നമസ്കാരം. നമ്മളിപ്പോ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുന്നത്. ധനുഷ്കോടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് ചരിത്രം പറയാനുണ്ട്. അത് മാത്രമല്ല ചരിത്രവും ഐതിഹ്യവും പറയാനുണ്ട്. അതായത് ഈ ധനുഷ്കോടിയുടെ മെയിൻ പ്രത്യേകത ധനുഷ്കോടിയിൽ ഒരു ഐതിഹ്യം ഉറങ്ങി കിടക്കുന്നുണ്ട്. അതിലുപരി ഭക്തിപരമായ കുറെ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും വേദനാജനകമായ ഒരു ദുരന്ത കഥ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ചരിത്രം, ഇതെല്ലാം കൂടി ആവാഹിച്ചെടുത്ത ഒരു സ്ഥലമാണ്
പക്ഷെ ഇന്ന് ഇത് നിർഭാഗ്യവശാൽ അറിയപ്പെടുന്നത് പ്രേത നഗരം എന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നതെന്നും അതിന്റെ വിവരങ്ങളും നമുക്ക് ഈ ധനുഷ്കോടി ഒന്ന് ചുറ്റി നടന്ന് കാണാം. നമ്മള് ഈ ഐതിഹ്യം പറഞ്ഞല്ലോ, ആ ഈ ഐതിഹ്യം എന്താണ്? ധനുഷ്കോടിക്ക് ഒരുപാട് ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ എപ്പിസോഡിൽ ഈ ധനുഷ്കോടിയുടെ കഥകൾ മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. ഐതിഹ്യവും ഭക്തിയും ദുരന്തവും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരിടമാണ് ധനുഷ്കോടി. സേതുബന്ധനത്തിന്റെ പണി തുടങ്ങിയപ്പോൾ ശ്രീരാമൻ തന്റെ ധനുസ്സുകൊണ്ട് ഇവിടെ അടയാളപ്പെടുത്തിയെന്നും അങ്ങനെ ധനുസിന്റെ അറ്റം എന്ന അർത്ഥം കൊണ്ട് ധനുഷ്കോടി എന്ന് പേര് കിട്ടി എന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ആണ് ശ്രീലങ്കയ്ക്കുള്ള ദൂരം. അതായത് വെറും കടൽ മാർഗം 30 കിലോമീറ്റർ 29 കിലോമീറ്റർ ആണെന്ന്. 29 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ശ്രീലങ്കയിൽ എത്തിച്ചേരും. പണ്ട് ഇവിടുന്ന് ആൾക്കാർ ജോലിക്കും കാര്യങ്ങൾക്കായിട്ട് അതെ. പിന്നെ ഇതിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. എനിക്കിവിടെ വന്നപ്പോ തന്നെ ശ്രീലങ്കൻ BSNL എയർടെലിന്റെ ഇടയ്ക്കിടയ്ക്ക് ശ്രീലങ്കയുടെ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ ലഭിക്കാം. അതായത് അത്ര അടുത്താണ് ശ്രീലങ്ക എന്നുള്ളതിന് തെളിവാണ് ശ്രീലങ്കയുടെ കണക്ഷൻ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇവിടെ ലഭിക്കുക. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ മാർഗം പാമ്പൻ പാലം വഴി ഇവിടെ വന്ന് അവസാനിച്ചിട്ട് ഇവിടുന്ന് കപ്പൽ മാർഗം കൊളംബോയിലേക്ക് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് തേയിലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു 1964 വരെ. ഈ 1964 ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്ക് നമുക്കൊന്ന് പോകാം. പഴയകാലത്തെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയാൻ പറ്റുമോയെന്ന് തോന്നുന്നു. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടൽ, ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രം. ഈ രണ്ട് സമുദ്രങ്ങളും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഇന്ന് നമ്മൾ. ഈ റോഡിന്റെ ഒരു സൈഡിൽ ബംഗാൾ ഉൾക്കടൽ, ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ നമ്മളിപ്പോ ഇത് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രണ്ട് കടലിനും രണ്ട് കളറാണ് ഇത്ര അടുത്തായിട്ടും. അതെന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരുപാട് നമുക്ക് കമന്റ് ചെയ്യണ്ടല്ലേ, അറിയുന്നവര് കമന്റ് ചെയ്യട്ടെ. അതായത് രണ്ട് കളറിനും വീഡിയോയിലായാലും കണ്ണുകൊണ്ട് നോക്കുമ്പോഴും രണ്ട് കളറാണ്. അതറിയാവുന്നവര് കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇന്നും ഒരാൾക്കും മനസ്സിലാവാത്ത, ഇത്രയും കടലിന്റെ ഇവിടെയാണെങ്കിലും ഇവിടെ എവിടെ കുടിച്ചാലും വെള്ളം ശുദ്ധമായ ജലം, കുടിവെള്ളം കിട്ടും. എവിടെ കുടിച്ചാലും ശുദ്ധമായ കുടിവെള്ളമില്ല, ഉപ്പുരസമില്ലാത്ത കുടിവെള്ളം. നമുക്കത് കിണർ നമുക്ക്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ദുരന്തങ്ങളിലേക്ക് നമുക്ക് പോയാലും ഇവിടെ നല്ല കാറ്റാണ്, നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡ്രോൺ പറത്തി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെയാവും. ഓക്കെ. ബംഗാൾ ഓഷൻ, ഇത് ഇന്ത്യൻ ഓഷൻ ഇത് ബംഗാൾ. ഇവിടെ വെള്ളം ഇങ്ങോട്ട് കയറുമോ? வராது. இதுவரை வந்தது கிடையாது. ரோடு போட்டது மூடி போட்டது. சந்திக்கிற இடம் அங்க சந்திக்கிறது இது முன்னாடி அங்க இருந்துச்சு. இது வந்து ஒரு லேண்ட் இருந்த இடம். அங்க இருந்து ரோடு போட்டு இங்க வந்துருக்காங்க. சிமெண்ட் காங்கிரீட் எல்லாம் போட்டு வச்சுதான் போட்டு. இங்க இடத்துல ஸ்ரீலங்கைக்கு எவ்வளவு கிலோமீட்டர்? 18 கிலோமீட்டர். 18 கிலோமீட்டர். புக்ல எல்லாம் 30 கிலோமீட்டர் படிக்கும். அது ராமேஸ்வரம்ல இருந்து தனுஷ்கோட்ல. இவர இங்க இடத்துல இப்போ 18 கிலோமீட்டர் தான். இதுல இருந்து தண்ணி மூலியமா ரோடு போட்டா 12 கிலோமீட்டர் வரும். இப்படி
திருப்பி போறதுனால ஃபாலோ பண்ண சொல்றாங்க. இது கீழே இருக்கு, அதனால மேலேயே வந்து அப்துல் கலாம் செக் பண்ணி இந்த ரோடு போட்டு அப்துல் கலாம் அவரோட ஐடியால தான் போட்டது. அப்துல் கலாம் இந்த நாட்டுக்காரன், இந்த ஊருக்காரன். ஓகே, அதனால ചേട്ടന്റെ പേര് நம்புராஜன். നമ്പുരാജൻ. ഓക്കെ, താങ്ക് യു. നമ്മള് കാറിൽ വരുമ്പോ കണ്ട ഇവര് എന്തായി കാണിക്കണമെന്ന് അറിയില്ല. ഒരു കാഴ്ചയാണ്. ഇവര് എന്തോ അരിച്ചെടുക്കുന്നത് പോലെ തോന്നുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സ്വർണ്ണാണോ? ആ, ഓക്കെ. പാട്ടി നമസ്കാരം. ഇത് എന്നെ ചിപ്പി എവിടെ? ധനുഷ്കോടിയിൽ നിന്ന് വാഹനമെടുത്ത് അല്പം മുൻപോട്ട് പോയപ്പോൾ തന്നെ കടൽ തീരത്ത് യൂണിഫോം ധാരികളായ കുറച്ചധികം പേർ നിന്നുകൊണ്ട് എന്തോ തിരയുന്നതും അരിച്ചെടുക്കുന്നതുമായി ഞങ്ങൾ കണ്ടു. അതിൽ കൗതുകം തോന്നിയ ഞങ്ങൾ അതെന്താണെന്നറിയാൻ വാഹനം അവിടെ നിർത്തി അവരുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പോഴാണ് അറിഞ്ഞത് വിഴിഞ്ഞത്തു നിന്നും പുറപ്പെട്ട കപ്പൽ 2 മാസം മുമ്പ് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടതിൻ്റെയോ കൊച്ചിയിൽ കത്തിയ കപ്പലിൻ്റെയും അവശിഷ്ടങ്ങൾ ഇവിടെ ഈ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും തീരദേശത്ത് അടിയുന്നത് അവർ അരിച്ചെടുക്കുന്നതാണ്. കാറ്റിന്റെ ശബ്ദം കാരണം അവരുമായി സംസാരിച്ച കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എങ്കിലും അവരുമായി സംസാരിച്ചത് നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം. മലയാളമാണോ? മലയാളം. അപ്പൊ നമുക്ക് സുഖമായി. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഷിപ്പ് ഈ പ്ലാസ്റ്റിക് നോട്ടിൽസ് നമ്മള് ഇവിടെ കരയിൽ അടിയുന്നുണ്ട്, അത് നമ്മൾ കളക്ട് ചെയ്യുക. പൊള്യൂഷന്റെ ഞാൻ ഇത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വർക്കെടുത്തിരിക്കുന്നത് മെറിക്കിന്റെ സ്റ്റാഫാണ്. പോയപ്പോ ഒരു വ്യത്യസ്തമായ ഓരോ കാഴ്ച കണ്ടപ്പോ നിർത്തി ചോദിച്ചതാണ്, ചിപ്പി എടുക്കണോ അവിടെ ഒരു കപ്പല് മറഞ്ഞു എന്ന് മാത്രമേ കേട്ടുള്ളൂ. കുറച്ച് മാലിന്യം ആ ഭാഗത്ത് ഉണ്ടാകുമെന്നാ പറഞ്ഞത്. കിലോമീറ്ററുകൾ താണ്ടി ധനുഷ്കോടിയിൽ ആ കപ്പല് മറഞ്ഞതിന്റെ മാലിന്യം വന്ന് അത് ക്ലീൻ ചെയ്യുവാനായിട്ട് ഇവിടെ കൊട്ടേഷൻ കൊടുത്ത് ഗവൺമെന്റ് തന്നെ കെമിക്കലെല്ലാം നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഒരു ദുരന്തം അഭിമുഖീകരിച്ചത് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള, പ്രകൃതിയുടെ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ മനുഷ്യരായി തന്നെ മുൻകരുതൽ എടുത്തു തുടങ്ങിയ ഒരു സമയം. ഓക്കെ, നമുക്ക് പോവാം. ഇപ്പോൾ സമയം രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിനാൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ പ്രിയ എൽദോസ് അച്ഛനും സജി ചേട്ടനും സാബു ചേട്ടനും, എന്തിനേറെ പറയുന്നു ക്യാമറാമാൻ ബേസിൽ ജോയിക്ക് വരെ വിശപ്പിന്റെ അതിർവരമ്പുകൾ കടന്നിട്ടുണ്ടാകും. അവരെല്ലാം നിശബ്ദരായി കടലിന്റെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം ബാക്കി യാത്ര. ഇവിടെ നല്ല കടൽ വിഭവങ്ങൾ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു കട കണ്ടാൽ അവിടെ നിർത്താം. ഭക്ഷണ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.